തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വമ്പൻ ടെസ്റ്റുകളാണ് സംഭവിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ രണ്ട് നിർണായക തദ്ദേശ സ്ഥാപനങ്ങളാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത്. ഒന്ന് കൊച്ചി കോർപ്പറേഷനാണ്, മറ്റൊന്ന് പട്ടാമ്പി നഗരസഭയും. ഈ രണ്ടിടത്തും ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു മിനിയേച്ചർ ആണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം കൊച്ചി കോർപ്പറേഷനിലേക്ക് വരാം. കോർപ്പറേഷൻ എന്നും കോൺഗ്രസിനൊപ്പമാണ് നിന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടിതെറ്റി. ഒറ്റ സീറ്റിൽ ഭരണം LDF പിടിച്ചു. ഈ ഒരു കൗൺസിലർ ഇപ്പോൾ തിരിച്ച് UDFിലേക്ക് എത്തുന്നതോടെ ഭരണം LDFന് നഷ്ടമാവുകയാണ്. TK അഷ്റഫ് തന്നെയാണ് പാർട്ടി വിടുന്ന കാര്യം വ്യക്തമാക്കിയത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി കറുകപ്പള്ളി വാർഡിൽ അഷ്റഫ് മത്സരിക്കുമെന്നാണ് സൂചന. നേരത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നു TK അഷ്റഫ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഇയാൾക്ക് സീറ്റ് നൽകിയിരുന്നില്ല. ഇതോടെയാണ് കൊച്ചി കോർപ്പറേഷൻ 2ാം വാർഡിൽ നിന്നും അഷ്റഫ് സ്വതന്ത്രനായി മത്സരിച്ചത്. വിജയിച്ചതിന് ശേഷം അഷ്റഫ് ഇടതുമുന്നണികൾക്കൊപ്പം നിന്ന് LDF ഭരണം നിലനിർത്തുകയായിരുന്നു. LDF ഭരണം പിടിച്ചെടുക്കാൻ സഹായിച്ചത് അഷ്റഫിന്റെ പിന്തുണയോടുകൂടിയാണ്. എന്നാൽ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് TK അഷ്റഫ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി കറുകപ്പള്ളിയിൽ മത്സരിക്കാനാണ് അഷ്റഫ് തയ്യാറെടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം 18-ന് സംവരണ വാർഡ് നറുക്കെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി ഉത്തരവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് വീണ്ടും നറുക്കെടുക്കുന്നത്. ദേവൻകുളങ്ങര ഡിവിഷൻ വീണ്ടും സ്ത്രീ സംവരണ വാർഡാക്കിയതിനെതിരെ മുൻ കൗൺസിൽ K വിജയകുമാർ ഹൈക്കോടതി സമീപിച്ചിരുന്നു. ഈ നറുക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ TK അഷ്റഫ് ഏത് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് എന്നതിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും അഷ്റഫ് UDFിൽ എത്തുമെന്ന കാര്യത്തിൽ മാത്രം തർക്കമില്ല. TK അഷ്റഫ് കഴിഞ്ഞ തവണ UDF ഭരിക്കുമ്പോൾ UDFിനൊപ്പം നിലകൊള്ളുകയും അന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തുടരുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് മട്ടാഞ്ചേരി ഡിവിഷനിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത്. പിന്നീട് LDFന് പിന്തുണ നൽകുകയും ചെയ്തതാണ് UDFന് വെട്ടിലാക്കിയത്. നിലവിൽ LDF ഭരണസമിതിക്കൊപ്പം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള സ്ഥാനങ്ങൾ അഷ്റഫ് വഹിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് 5 വർഷം പൂർത്തിയാക്കി അഷ്റഫ് LDFനോട് ബൈ പറയുന്നത്. കൊച്ചിക്ക് പുറമെ പട്ടാമ്പി നഗരസഭയാണ് വീണ്ടും UDFിലേക്ക് എത്തുന്ന മറ്റൊരു സ്ഥാപനം. പാലക്കാട് പട്ടാമ്പി നഗരസഭാ ചെയർമാനും V4 പട്ടാമ്പി നേതാവുമായ TP ഷാജിയും 200ഓളം പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നതോടെയാണ് അവിടെ UDF താളം തെറ്റിയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അംഗത്വം നൽകിയാണ് TP ഷാജി തിരികെ കോൺഗ്രസിലേക്ക് എത്തിയത്. LDFിലെ ഭിന്നതയെ തുടർന്നാണ് ഷാജി കോൺഗ്രസിൽ തിരിച്ചെത്തിയത്. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാതിരുന്നതോടെയാണ് KPCC നിർവാഹക സമിതി അംഗമായിരുന്നു ഷാജി കോൺഗ്രസ് വിട്ട് V4 പട്ടാമ്പി എന്ന കൂട്ടായ്മ രൂപീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ വീറുറ്റ മത്സരമാണ് V4 പട്ടാമ്പി നടത്തിയത്. V4 പട്ടാമ്പി മത്സരിപ്പിച്ച 6 പേരും വിജയിച്ചതോടെ UDFന് ഭരണം നഷ്ടമാവുകയും ചെയ്തു. 2015-ൽ നഗരസഭയിൽ 28-ൽ 19 സീറ്റിലും വിജയിച്ച് അധികാരത്തിലെത്തിയ UDFന് 2020-ൽ ഭരണം നഷ്ടപ്പെടാൻ V4 പട്ടാമ്പി കാരണമായി. ആ കൂട്ടായ്മയാണ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നത്. 3 സീറ്റ് മാത്രം നേടിയിരുന്ന LDFന് 11 സീറ്റുകളിലും വിജയിക്കാൻ സാധിച്ചു. V4 പട്ടാമ്പി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് അവർക്ക് ഭരണം ലഭിച്ചത്. ഈ പിന്തുണ കൂടി പിൻവലിച്ചതോടെ LDF അവിടെ താഴെ വീഴുകയായിരുന്നു. അതേസമയം കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നതിൽ V4 പട്ടാമ്പിയിലും അതൃപ്തിയുണ്ട്. കോൺഗ്രസിലേക്ക് തിരികെ ഇല്ലെന്നാണ് V4 പട്ടാമ്പിയിലെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത്. രാജിവെച്ച ശേഷം കോൺഗ്രസ് പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് TP ഷാജി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഷാജിക്കൊപ്പം 200 പ്രവർത്തകർ കൂടി നിർബന്ധം കോൺഗ്രസിന് കൈകൊടുത്തിരിക്കുകയാണ്.